നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂരിലെയും തൃശൂരിലെയും 4 പേരുടെ ദുരൂഹ മരണവും മലപ്പുറത്തെ യുവാവിന്റെ കൊലപാതകവുമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. കണ്ണൂരിൽ അമ്മയെയും മകളെയുമാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുവിശത്തിൽ സുനന്ദ, മകൾ ദീപ എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾക്ക് 3 ദിവസത്തെ പഴക്കമുണ്ട്. കൊറ്റാളിക്കാവ് പോസ്റ്റ് ഓഫീസിന് സമീപമാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. KB ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, ഈ സംഭവം നടന്നിട്ട് ഈ രണ്ടുപേരുടെയും മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. പക്ഷേ 3 ദിവസം മുൻപാണ് മരണം നടന്ന ഒരു നിഗമനമുണ്ട്. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ്? ടോമെ, കൊറ്റാളിക്കാവ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം താമസിക്കുന്ന 78-കാരിയായ അമ്മയെയും ഒപ്പം 44 വയസ്സുള്ള മകളെയുമാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ കാസർഗോഡ് ബേക്കൽ സ്വദേശികളാണ്. 20 വർഷത്തോളമായി കണ്ണൂരിലാണ് ഇവർ താമസം. ഈ പറയുന്ന സ്ഥലത്താണ് താമസം. എന്തായാലും ഈ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ദിവസത്തെ പഴക്കമുണ്ട് ഈ മൃതദേഹത്തിന്. അതായത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇവർ ഏറ്റവും ഒടുവിലായി ഇവരെ കാണുന്നത്. ഇവർ വോട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഉച്ചയോട് കൂടിയാണ് ഇവർ ഈ ഇത്തരത്തിൽ വീടിനകത്ത് കയറിയത്. പിന്നീട് ആരും ഇവരെ കണ്ടിട്ടില്ല. മാത്രമല്ല, ഇവർ ഈ അയൽവാസികളുമായി അത്ര നല്ല ബന്ധത്തിലൊന്നും അല്ലാത്ത സൗഹൃദമൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ പൊതുവെ പറയുന്നത്. ഇവർ അത്തരത്തിൽ ഇവരുടെ ഇടപെടാർ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. ഇതിൽ പോലീസ് പറയുന്നത് ഏറ്റവും പ്രധാനം, ഇതിന് മുൻവശത്തെ വാതിൽ തുറന്ന നിലയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു ദുരൂഹത പോലീസിന് ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പോലീസിന്റെ പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട്. മരണകാരണം എന്താണെന്ന് ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ടൗൺ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അറിയിക്കുന്നത്. എന്തായാലും ഇവരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് നിന്നും കഴിഞ്ഞ 20 വർഷത്തോളമായി ഇവർ ഈ കണ്ണൂരിലെ ഈ വീട്ടിലാണ് താമസം. ഇത് മറ്റ് അയൽവാസികളോ ഇവർക്ക് സൗഹൃദങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മരണകാരണം എന്തെന്ന് സംബന്ധിച്ച് അയൽവാസികൾക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ 3 ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ഈ മുൻവശത്തെ വാതിൽ തുറന്ന നിലയിലായതുകൊണ്ടാണ് ഒരു ദുരൂഹത പോലീസ് ഇതിൽ സംശയിക്കുന്നത്. എന്തായാലും കൊലപാതകമാണോ അല്ല ഇവർ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഫോറൻസിക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ സംഘങ്ങളെല്ലാം കൊലപാതകത്തിന്റെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ 2 മുറികളിലായിട്ടാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവരെ ഈ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് അതോ മറ്റേതെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തിയതായുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ വീട്ടിൽ നിന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സുനന്ദയുടെ മൃതദേഹം ഡൈനിങ് ഹാളിലായിരുന്നു. ദീപയുടെ മൃതദേഹം അടുക്കള ഭാഗത്തായിരുന്നു. ഏതായാലും പ്രാഥമികമായൊരു നിഗമനം അത്തരത്തിൽ ഒരു അക്രമം നടന്നതായി പ്രാഥമികമായൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. ആത്മഹത്യ ആകാമെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതിലേറ്റവും ദുരൂഹത ഈ മുൻവശത്തെ വാതിൽ തുറന്ന നിലയിൽ കിടക്കുന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ദുരൂഹതയുള്ളത്. അത് സംബന്ധിച്ചാണ് പോലീസ് ഈ വിരലടയാള വിദഗ്ധരൊക്കെ സംഘമെത്തി പരിശോധന നടത്തുന്നത്. ഇതിന്റെ റിസൾട്ട് വരാനുണ്ട്. അത് വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ മരണകാരണം കൃത്യമായി പോലീസ് പറയും. എന്നാലും പ്രാഥമികമായി ആത്മഹത്യ എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ്. അതായത് എന്തിനാണ് ഈ ആത്മഹത്യ നടത്തിയത് അങ്ങനെയെങ്കിൽ എന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. പക്ഷേ അതിന് പോലീസിന് കൃത്യമായി ഇതുവരെ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും പ്രാഥമികമായി ഒരു ആത്മഹത്യ എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തുന്നത്. ടോം, ഈ ആത്മഹത്യയാണെങ്കിൽ അതിന്റെ കാരണം സ്വാഭാവികമായും കണ്ടെത്തണം. ഈ അമ്മയും മകളും മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്? മറ്റാരും ഇവരുടെ ഒപ്പം മറ്റാരൊക്കെയാണ് താമസിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ, എന്തെങ്കിലും ഈ ആത്മഹത്യ ചെയ്യാൻ തക്കതായൊരു കാരണം, എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളോ മറ്റ് വിഷാദ രോഗമോ അങ്ങനെ എന്തെങ്കിലും അവരെ അലട്ടിയിരുന്നോ ബൈജു? ടോമെ, ഇവർ അയൽവാസികളോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും പുറത്തുള്ള ആൾക്കാരുമായി സൗഹൃദമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മരണ കാരണം എന്താണെന്ന് കൃത്യമായി ഈ നാട്ടുകാർക്കും വ്യക്തതയില്ല. എന്നാലും തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇവരെ കാണാതായിരുന്നത്. പത്രമൊക്കെ ഈ വരാന്തയിൽ ഇങ്ങനെ 3 ദിവസത്തെ പത്രം വരാന്തയിലുണ്ടായിരുന്നു. അയൽവാസികളോ ഇവർക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ആത്മഹത്യ ആണെങ്കിൽ തന്നെ അത് എന്തിന് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അത് ഏതായാലും
ഇവർക്ക് ഇത്തരത്തിൽ പരിചയക്കാരില്ലാത്തതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇതും പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ ഉണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കൾ ബേക്കൽ ഭാഗത്തുണ്ട്, അവരുമായി പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ റിസൾട്ട് പരിശോധന ഫലം കൂടി വരാനുണ്ട്. അതിനുശേഷം മാത്രമേ പോലീസ് കൃത്യമായ ഒരു നിഗമനത്തിലെത്തും. ടോം, തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായും പോലീസ് ആത്മഹത്യ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യയെക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ബന്ധുക്കൾ, ഇവർ കാസർഗോഡ് സ്വദേശികളാണെന്ന് ബൈജു തന്നെ സൂചിപ്പിച്ചു. ബന്ധുക്കൾ ആരെങ്കിലും സമീപത്തുണ്ടോ, സമീപ സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ടോ? അവരിൽ നിങ്ങൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ബൈജു? കണ്ണൂർ ഭാഗത്ത് ഇവരുടെ ബന്ധുക്കൾ ഇല്ല എന്നാണ് പോലീസോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത്. ഇവരുടെ കുറച്ച് ബന്ധുക്കൾ ബേക്കൽ ഭാഗത്താണുള്ളത്. പക്ഷേ വർഷങ്ങളായി ഇവർ നാട്ടിലേക്ക്, അതായത് കാസർഗോഡേക്ക് പോകാറില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 20 വർഷത്തോളമായി ഇവർ ഇതേ വീട്ടിൽ, കണ്ണൂരെ ഇതേ വീട്ടിലാണ് താമസം. അതുകൊണ്ട് ഇവരുടെ നാട്ടിലേക്ക് അധികം പോകാറില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ ബന്ധുക്കളും കണ്ടുപിടിക്കാൻ പോലീസ് അവരുമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ ഏതെങ്കിലും ബന്ധുക്കളിൽ നിന്നും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മാത്രമേ ആത്മഹത്യ ആണെങ്കിൽ തന്നെ അത് എന്തിനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമുണ്ടോ എന്നൊക്കെ കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും ഒരു നാടിനെ ഏതായാലും ഞെട്ടിച്ച ഒരു സംഭവമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇതിലൊരു ദുരൂഹത ഇപ്പോഴും ഉണ്ട് എന്നതാണ് ഏറ്റവും വാസ്തവം. ടോം, ഒരു കൊലപാതക സാധ്യത കൂടി എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവിടെ നിന്നും സ്വാഭാവികമായും ഏതെങ്കിലും സൂചനകൾ ലഭിച്ചാൽ മാത്രമേ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിൽ ഇത് എന്നാണ് ഈ മരണം സംഭവിച്ചതെന്ന് പോലീസിന് ആദ്യം കണ്ടെത്തണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരൂ. ആ സമയങ്ങളിൽ ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ, ഇവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവിടെ നിന്ന് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായും പരിശോധിക്കേണ്ടത്. കാരണം ഒരു മോഷണത്തിനിടെ പോലും കൊലപാതകം നടക്കാം. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം നിലവിൽ നീങ്ങിയിട്ടുണ്ടോ, അതോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ അത്തരമൊരു സാധ്യതകളിലേക്ക്, സൂചനകളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ ബൈജു? തീർച്ചയായും ഇതിൽ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പൊന്നും ഇവരുടെ വീട്ടിൽ നിന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഈ മുൻവശത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു. അതുകൊണ്ടാണ് ഇതിലൊരു ദുരൂഹത പോലീസിനെ സംശയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘം, അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരൊക്കെ കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം വരണം. ഒപ്പം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനമാണ്. ഏതായാലും വൈകിട്ടോടുകൂടി പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. എന്നാൽ മാത്രമേ പോലീസിന് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കൂ. ഏതെങ്കിലും കവർച്ചാ ശ്രമം നടന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ അയൽവാസികളുമായി യാതൊരു തരത്തിലുള്ള പരിചയവുമില്ല, അയൽവാസികളുമായി യാതൊരു ബന്ധവും പുലർത്താറില്ല എന്നതുകൊണ്ടാണ് തന്നെയാണ് പോലീസിന് ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും വരാത്തത്. അത്തരത്തിൽ പോലീസ് അന്വേഷണം, അതായത് കണ്ണൂർ ടൗൺ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രത്യേക സംഘം പോലീസ് ഇപ്പോൾ ഇതിൽ അന്വേഷണം എന്തായാലും ഊർജിതമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കൊലപാതകം എന്ന് സംശയിക്കാവുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴും പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കേട്ടോ, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. വളരെയധികം നന്ദി ബൈജു. കൃത്യമായ നിരീക്ഷണമാണ് ബൈജു നൽകിയത്. കൊലപാതക സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രാഥമികമായും പോലീസിന്റെ നിഗമനം ആത്മഹത്യ എന്നാണ്. അങ്ങനെയെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് തൃശൂർ വെള്ളാനിക്കരയിൽ 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവമാണ്. വെള്ളാനിക്കര സ്വദേശികളായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്തെ വെള്ളാനിക്കര സഹകരണ ബാങ്ക് ബ്രാഞ്ചിന് സമീപത്താണ് സംഭവമുണ്ടായത്. കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ആന്റണിയുടെ മൃതദേഹം തലയ്ക്കടിയേറ്റ് ചോര വാർന്ന നിലയിലാണ് കണ്ടെത്തിയത്. അരവിന്ദാക്ഷന്റെ മൃതദേഹം കണ്ടെത്തിയത് ബാങ്കിന് പുറകിലെ കാനയിൽ നിന്നും. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ആദ്യഘട്ടത്തിൽ 2 ദുരൂഹ മരണം എന്ന രീതിയിലായിരുന്നു. പിന്നീട് ഇത് ആത്മഹത്യക്ക്, കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. എന്തായിരിക്കാം കൊലപാതകത്തിനുള്ള കാരണം? എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ?
ടോം, തൃശൂർ കാർഷിക സർവകലാശാലയ്ക്ക് ഉള്ളിലുള്ള വെള്ളാനിക്കര സഹകരണ ബാങ്കിലായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. രാവിലെ ബാങ്ക് വൃത്തിയാക്കാൻ വന്ന ജീവനക്കാരിയാണ് ബാങ്കിന് സമീപത്തായി, ബാങ്കിന്റെ മുൻവശത്തായി മരിച്ച നിലയിൽ, അതും തലയിൽ രക്തം വാർന്ന നിലയിൽ മരിച്ച രീതിയിൽ ആന്റണിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ സമീപത്തുള്ളവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. അവർ എത്തി പരിശോധിച്ചപ്പോൾ തന്നെ ആന്റണി മരിച്ചതായി അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് എത്രയും വേഗം പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ സമീപ പ്രദേശത്ത് തന്നെ, അതായത് ഈ ബാങ്കിന് അടുത്തൊരു ചാലുണ്ട്, ആ ചാലിൽ മരിച്ച നിലയിൽ അരവിന്ദാക്ഷനെ കണ്ടെത്തി. അരവിന്ദാക്ഷന്റെ മൃതദേഹത്തിന് സമീപം വിഷക്കുപ്പിയും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു നിഗമനത്തിൽ, അരവിന്ദാക്ഷന്റേത് ആത്മഹത്യയാണെന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി. പിന്നീട് പോലീസ് നടത്തിയ കൂടുതൽ പരിശോധനയിലാണ് അരവിന്ദാക്ഷൻ ആന്റണിയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തതെന്ന് കണ്ടെത്തുന്നത്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്: ഈ ബാങ്കിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെയും കൂടി അവിടെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ആന്റണി അവിടെ എത്തിയത്. അരവിന്ദാക്ഷൻ 3 വർഷമായി ബാങ്കിന്റെ തന്നെ സെക്യൂരിറ്റിയാണ്. ഈ രാത്രികാലങ്ങളിലൊക്കെ സ്ഥിരമായി പണികൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാളെ കൂടി സെക്യൂരിറ്റിയായി നിയമിച്ചത്. അങ്ങനെ ആന്റണി ബാങ്കിൽ സെക്യൂരിറ്റിയായി വന്നിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ. ഈ പണി കഴിഞ്ഞതിന് ശേഷം ഒരാളെ പിരിച്ചുവിടാനും തീരുമാനിച്ചിരുന്നു, ഒരാളെ സ്ഥിരമാക്കാനും തീരുമാനിച്ചിരുന്നു. ഇവർക്ക് ഇടയിൽ അതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. കാരണം അരവിന്ദാക്ഷനാണ് 4 വർഷമായി ആ ബാങ്കിലെ തന്നെ സെക്യൂരിറ്റിയായി ജോലി ചെയ്തു വരുന്നു. ആന്റണി ആകട്ടെ 4 മാസമേ ആയിട്ടുള്ളൂ. ഇവർക്കിടയിൽ ഒരു വാക്കുതർക്കമുണ്ടായി. കാരണം ഇത് സ്ഥിരപ്പെടുത്തുന്നത് ഒരാളെ മാത്രമായിരിക്കും, മറ്റൊരാളുടെ ജോലി പോകും. ഇതിന്റെ ഭാഗമായി ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബാങ്കിലുള്ളവരും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പരസ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാഗ്വാദത്തിലേക്ക് അതായത് പെട്ടെന്നുള്ള ഒരു തർക്കത്തിന്റെ പേരിലുള്ള കൊലപാതകമായി മാത്രം ഇതിനെ കാണാമോ? ഒരു ആസൂത്രിതമായ കൊലപാതകമായി കാണേണ്ടതല്ലേ? അതിന്റെ സൂചനകളിൽ ലഭ്യമായത്. കാരണം ഇത്തരത്തിൽ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നു, അതും വിഷക്കുപ്പി സമീപത്തു നിന്ന് കണ്ടെത്തുന്നു. കൃത്യമായ ഒരു ഈ ആന്റണിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരുന്നോ അരവിന്ദാക്ഷൻ അവിടെ എത്തിയത്? അങ്ങനെ തന്നെ നമുക്ക് കരുതാം. കാരണം കയ്യിൽ വിഷക്കുപ്പി കരുതിയിരുന്നു അരവിന്ദാക്ഷൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാൻ അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് അവിടെ എത്തിയതും. അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ ഒരു തർക്കം ഇന്നലെ രാത്രി നിലനിന്നിരുന്നു. ഈ തർക്കത്തിനൊടുവിൽ തന്നെയാണ് അരവിന്ദാക്ഷൻ ആന്റണിയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് വിഷം കഴിച്ചിട്ടാണ്. ഇതിൽ നിന്നൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാകും അരവിന്ദാക്ഷൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു കൃത്യം ചെയ്യാൻ വേണ്ടി ഒരു മുൻവൈരാഗ്യം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ ജോലി തർക്കവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ഇവർക്കിടയിൽ ഈ ഒരു സംസാരം നടന്നിരിക്കണം. ഇതിന്റെ ഭാഗമായി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഈ ആന്റണിയെ കൊലപ്പെടുത്തുക, അതിനുശേഷം ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അരവിന്ദാക്ഷൻ എത്തിയത്. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും പോലീസ് സ്ഥലത്തെ CCTV അടക്കം പരിശോധിക്കുന്നുണ്ട്. ഈ ബാങ്കിലെ CCTV, ഒപ്പം തന്നെ കോളേജ് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV അടക്കം പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഇവർ തമ്മിൽ തർക്കങ്ങൾ നടക്കുന്നതോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിക്കുമെന്നുള്ള ഒരു സൂചന കൂടി പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ ബാങ്കിന്റെ മുൻവശത്തായിട്ടാണ് ആന്റണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയുള്ളൊരു CCTV ഉണ്ട്. അത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ കഴിയുമെന്നാണ് പോലീസും കരുതുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ അവിടെ നടന്നിരിക്കുന്നത്. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ആന്റണിയുടെ തലയിൽ മാരകമായിട്ട് അടിയേറ്റിട്ടുണ്ട്. കമ്പി ഉപയോഗിച്ച് തലയ്ക്ക് മാരകമായി അടിച്ചു എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണത്തിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. എന്നാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണകാരണം. ഈ തലക്കേറ്റ പരിക്ക് തന്നെയാണോ, രക്തം വാർന്നുള്ള മരണമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തത പോലീസിന് ഉണ്ടായിട്ടുണ്ടോ, ലഭ്യമായിട്ടുണ്ടോ? കാരണം
ആ സമയത്ത് കൊലപാതകം നടക്കുന്ന സമയത്ത് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ദൃക്സാക്ഷികൾ സ്വാഭാവികമായി ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം. നവമി സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ബാങ്കിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം ഇന്നലെ വൈകുന്നേരം നടക്കാനാണ് ഇത് സാധ്യത. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ബാങ്ക് അവധിയായതിനാൽ ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. രാത്രി സമയത്ത് എപ്പോഴെങ്കിലും നടക്കാനാണ് ഇത് സാധ്യത. കാരണം പകൽ സമയങ്ങളിൽ ക്യാമ്പസോ അല്ലെങ്കിൽ ബാങ്കൊക്കെ അടച്ചിരുന്നതായതുകൊണ്ട് ആ പ്രദേശത്തേക്ക് ആരും തന്നെ വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഏത് സമയത്താണ് ഇവർ കൊല്ലപ്പെട്ടത്, ഏത് സമയത്താണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ടിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പോലീസിന്റെ നിഗമനം അനുസരിച്ച് ഇന്നലെ രാത്രി ആയിരിക്കണം ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാക്കുകയും പിന്നീട് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. അത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. ദൃക്സാക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരിയാണ് ആദ്യമായി ആന്റണിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് ഇത് സമീപത്തുള്ളവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അരവിന്ദാക്ഷനെ സമീപ പ്രദേശത്തുള്ള ഒരു ചാലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സമീപത്ത് വിഷക്കുപ്പിയും കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും പോലീസ് CCTV ശേഖരിക്കുന്നുണ്ട്, അതിന്റെ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഉടൻ തന്നെ നമുക്കത് ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസുമായി ഇത് സംബന്ധിച്ചുള്ള CCTV ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പോലീസ് ആ CCTV ബാങ്കിലെയും ക്യാമ്പസിലെയും അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സമീപത്ത് പ്രദേശത്തുള്ള CCTVകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി സമയമടക്കം അറിയാൻ സാധിക്കും. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിലെ കൃത്യമായിട്ടുള്ള ഉത്തരം പോലീസിനും നൽകാൻ സാധിക്കുകയുള്ളൂ. ഈ ബാങ്കിലെ ജീവനക്കാരുടെയൊക്കെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാൽ അവർ പറയുന്നത് ഇവർ തമ്മിൽ ചെറിയൊരു തർക്കം നിലനിന്നിരുന്നതായി കണക്കാക്കുന്നു. പക്ഷേ വലിയ രീതിയിൽ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കം ഇവർ തമ്മിലൊന്നും അവിടെ ഇതുവരേക്ക് നടന്നിട്ടില്ല. പക്ഷേ ഈ ജോലി നിയമനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അത് സമീപവാസികളും അതോടൊപ്പം തന്നെ ബാങ്കിലെ ജീവനക്കാരും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് അരവിന്ദാക്ഷൻ കടന്നതെന്നൊരു നിഗമനത്തിലാണ് പോലീസും. എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വെള്ളാനിക്കരയിലാണ് 2 സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. राहुल गांधी ने एक बात और कही है, वो कहते हैं कि जब वो सरकार अगर उनकी आएगी तो वो एक नेशनल एक्सरे कराएंगे। हम जो है एक सोशियो इकोनॉमिक सर्वे लाएंगे, एक इंस्टीट्यूशनल सर्वे लाएंगे और उसमें देखेंगे कि किसके पास किस जाति और किस उस वर्ग के पास क्या है, कितना धन है, कितनी इंस्टीट्यूशंस में भागीदारी है, और उसके बेसिस पर हम इस पूरे सिस्टम को रीडिस्ट्रीब्यूट करेंगे। इसको आप कैसे देखते हैं? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ का एक वीडियो जो वायरल हो रहा है, इसमें मनमोहन सिंह जी ने कहा है कि गरीब मुसलमानों का पहला अधिकार रिसोर्सेज पर है। ये उन्होंने साफ कहा है। आपने उसको मैनिफेस्टो में भी ये बात पॉइंट आउट की है कि ओबीसी रिजर्वेशन का जो है पार्ट लेकर वो मुसलमानों को दे देना चाहेंगे, और 2004 से 2014 के बीच में उन्होंने 4-5 बार ऐसा करने की कोशिश की भी। अरे भाई, ये तो बड़ा इंटरेस्टिंग सवाल आपने पूछा है। PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന്റെ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് കാർ ബസ്സിന് കുറുകെയിട്ട ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തർക്കത്തിൽ പ്രതികരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നു. വാഹനത്തിന് സൈഡ് തരാത്തതുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാക്കി കാണരുതെന്നും ഡ്രൈവർ മോശമായി സംസാരിച്ചതായും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇത് റോഡ് സൈഡ് തരാത്തൊരു പ്രശ്നമൊന്നുമല്ല, അങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഭാഗവുമല്ല ഈ വിഷയം എന്നുള്ളത്. അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്, ലൈംഗിക ചുവയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ്റെ പരാതി. അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല. ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്ത് കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ആ ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലഹരി ഉപയോഗിച്ചിരുന്ന ഡ്രൈവർ ലൈംഗിക ചുവയോടെ ആംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പുതിയ വാദം. പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് ഡ്രൈവർ മാന്യമായി സംസാരിച്ചതെന്നും ആര്യ രാജേന്ദ്രൻ പറയുന്നു. എന്നാൽ മേയറുടെ ആരോപണം ഡ്രൈവർ യദു നിഷേധിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ലെന്നുമാണ് ഡ്രൈവറുടെ നിലപാട്. വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നലെ നമ്മൾ ഈ സംഭവത്തിന്റെ ഒരു വശം മാത്രമാണ് കണ്ടത്. അതായത് മേയർ ആര്യ രാജേന്ദ്രന്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഭാഗം മാത്രമാണ് കണ്ടത്. ഇന്ന് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. മേയർ വാഹനം കുറുകെയിടുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. മാത്രമല്ല ഇപ്പോൾ പറയുന്നു ലഹരി ഉപയോഗിച്ചു, ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നു. പിന്നീട് ലൈംഗിക ചുവയോടുകൂടി ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ വാദങ്ങളായി ഇതിനെ കാണണോ അരുൺ? രാത്രിയാണ് തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂടാണ് ഈ തർക്കത്തിന്റെ തുടക്കം. പ്ലാമൂട് വഴി വരികയായിരുന്നു ആര്യ രാജേന്ദ്രനും കുടുംബവും. സ്വകാര്യ കാറിലായിരുന്നു യാത്ര. ആ കാർ കടന്നു വരുമ്പോൾ KSRTC ബസ് അലക്ഷ്യമായി അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഓടിച്ചു വന്നു എന്നാണ് മേയറുടെയും കുടുംബത്തിന്റെയും പരാതി. പലതവണ സൈഡ് നൽകാതെ റോങ് സൈഡ് വഴി കയറി പോകാൻ ശ്രമിച്ചു. അതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. പിന്നീട് പാളയം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശം എത്തുമ്പോൾ വാഹനത്തെ സിഗ്നൽ വരികയും അവിടെ വാഹനം കുറുകെ നിർത്തി മേയർ കുടുംബവും വാഹനത്തിൽ കാറിൽ നിന്നിറങ്ങുകയായിരുന്നു. പിന്നീടാണ് ഡ്രൈവറുമായി തർക്കമുണ്ടായത്. തർക്കമുണ്ടാവുകയും ഡ്രൈവർ മോശമായി പെരുമാറി, തന്നോടും തന്റെ സഹോദര ഭാര്യയോടും മോശമായി പെരുമാറിയെന്നാണ് ആര്യ രാജേന്ദ്രന്റെ പരാതി. അശ്ലീല ചുവയോടെ സംസാരിച്ചു, അശ്ലീല ആംഗ്യം കാണിച്ചു. മേയറും MLAയുമാണ് തിരിച്ചറിഞ്ഞ ശേഷവും അതിന് ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വളരെ മോശമായി പെരുമാറിയെന്ന് ആര്യ രാജേന്ദ്രന്റെ കുടുംബവും ആരോപിക്കുന്നു. മാത്രമല്ല ഇയാൾ ലഹരി ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്നും ഇവർ പറയുന്നു. പക്ഷെ പോലീസിന്റെ പരിശോധനയിൽ മദ്യം പോലുള്ള ലഹരി ഉപയോഗിച്ചിട്ടില്ല, മറ്റെന്തോ ലഹരി ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ ഇവരുടെ പരാതി. ഒരു കവർ ഡ്രൈവർ എടുത്ത് കളയുന്ന വിഷ്വലും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇതാണ് മേയറുടെ കുടുംബത്തിന്റെയും പരാതി. ഓവർടേക്കോ അല്ലെങ്കിൽ അങ്ങനെ വാഹനം ഓടിക്കുക ബന്ധപ്പെട്ട തർക്കത്തിലല്ല തന്റെ പരാതി എന്ന് മേയർ ആവർത്തിക്കുന്നു. പകരം മോശം ഭാഷയിൽ സംസാരിച്ചു, അശ്ലീലാംഗ്യം കാണിച്ചു. ഇതാണ് മേയറുടെ പരാതി. ഗതാഗത വകുപ്പിനും ഗതാഗത മന്ത്രിക്കും മേയർ പരാതി നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസ് നൽകിയ പരാതിയിൽ പോലീസ് മേയറുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവർ പറയുന്നത് മേയറും കുടുംബവുമാണ് തന്നോട് മോശമായി പെരുമാറിയത്, തന്റെ വീട്ടുകാരെ ഉൾപ്പെടെ മോശമായി സംസാരിച്ചു. MLAയും അതുപോലെ തന്നെ
മേയറുടെ സഹോദരനും അസഭ്യം പറഞ്ഞു തുടങ്ങിയ പരാതികളും ഡ്രൈവർ ഉന്നയിക്കുന്നുണ്ട്. താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഉപയോഗിക്കുന്ന ആളുമല്ല എന്നും ഇയാൾ പറയുന്നു. മേയർ എന്നറിഞ്ഞപ്പോൾ പിന്നീട് ഇയാൾ വിളിച്ച് ക്ഷമ ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ഇയാൾ കേസുമായി മുന്നോട്ട് പോവുകയാണെന്ന ആരോപണം ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവാണ്. അങ്ങനെയാണ് ഇന്നലെ ആദ്യം പരാതി ഇല്ല എന്ന് പറഞ്ഞ ഡ്രൈവർ പിന്നീട് പരാതിയെ മുന്നോട്ട് പോകാൻ കാരണം രാഷ്ട്രീയ ഇടപെടലെന്ന ആരോപണമാണ് CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായാലും മേയർക്കും സഹോദര ഭാര്യയ്ക്കുമെതിരെ മോശം ഭാഷയിൽ സംസാരിച്ചതിന് ഡ്രൈവറുടെ പേരിൽ കേസെടുക്കണമെന്ന ആണ് മേയറുടെ കുടുംബത്തിന്റെ ആവശ്യം. പ്രാദേശിക CPM DYFIയും ഒക്കെ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഡ്രൈവർക്കെതിരെ നേരത്തെയും സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന് കേസുണ്ട് എന്നുള്ളത് വന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 2017 നിയമം പോലീസ് ഇയാൾക്കെതിരെ ഒരു സ്ത്രീയോട് മദ്യപിച്ച് അപമര്യാദയായി പെരുമാറിയതിന് കേസ് ചാർജ് ചെയ്തത്. ലക്ഷ്യമായി വണ്ടി ഓടിച്ചതിന്റെ പേരിലും ഇയാൾക്കെതിരെ പരാതികളുണ്ട്. ഇയാൾ ഒരു സ്വകാര്യ വാഹനം ഓടിക്കുമ്പോൾ KSRTC ബസ്സിൽ ഇടിച്ചതിലും ഇയാൾക്കെതിരെ നേരത്തെ കേസുണ്ടായിരുന്നു. സ്ഥിരം ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണ് യദുകൃഷ്ണൻ എന്ന പരാതിയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. മേയർ ഇതിനിടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. തന്റെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വാഹനം തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ റോഡിന് കുറുകെയിട്ട് പ്രശ്നമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാഹനം റോഡിന് ഈ യൂണിവേഴ്സിറ്റി കോളേജ് എതിർവശത്ത് റോഡിന് കുറുകെ ഇടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് വാഹനം ഇറങ്ങിയ ശേഷം ഒതുക്കിയിടാൻ പോകുമ്പോൾ അങ്ങനെ വാഹനം ഇട്ടതെന്നാണ് ഇപ്പോൾ വിശദീകരണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് KSRTCയുടെ അന്വേഷണം നടക്കുന്നു, പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. മേയറുടെ പരാതിയിൽ കേസെടുത്തെങ്കിലും യദുകൃഷ്ണൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ ഇതുവരെയും തീർച്ചയായും അതാണ് അറിയേണ്ടത്. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ രീതിയിൽ നിയമം കയ്യിലെടുക്കാൻ കഴിയുമോ അരുൺ? മേയർ ഇവിടുത്തെ ഗതാഗത നിയമം തന്നെ തെറ്റിച്ചുകൊണ്ട് വാഹനത്തിന് കുറുകെ, ബസ്സിന് കുറുകെ കാറിടുന്നു, യാത്രക്കാരെ ഇറക്കി വിടുന്നു, അതിന്റെ സർവീസ് തടസ്സപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന്, മേയറടക്കമുള്ള സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് ഇയാൾക്കെതിരെ, ഡ്രൈവർക്കെതിരെ കേസെടുക്കണം. മറുവശത്ത് മേയർ കാണിച്ച, അതായത് ഗതാഗത നിയമം ലംഘിച്ചുകൊണ്ട് ഈ രീതിയിൽ യാത്ര വരെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നതിന് അവർക്കെതിരെ നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ബസ് അലക്ഷ്യമായി ഓടിച്ചു വരുമ്പോൾ അത് തടയാൻ, അത്തരത്തിൽ അലക്ഷ്യമായി ഓടിച്ചതിനെ ചോദ്യം ചെയ്യാനാണ് വാഹനം ഓടിച്ചു വന്ന കുറുകെ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിയെന്നാണ് മേയറുടെ ഭാഷ്യം. സർവീസ് തടസ്സപ്പെടുത്തുകയായിരുന്നില്ല ലക്ഷ്യം. യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ചതിനെയാണ് ചോദ്യം ചെയ്തത്. അതാണ് പിന്നീട് തർക്കത്തിലേക്ക് മാറുകയും ഈ അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്യുന്നത്. മേയറുടെ വാഹനം, സ്വകാര്യ വാഹനം റോഡിൽ ബസ്സിന് കുറുകെയിട്ട ദൃശ്യങ്ങൾ വ്യക്തമാണ്. സർവീസ് തടസ്സപ്പെടുത്തിയെന്ന ആരോപണത്തിന് കാരണം ഇതാണ്. പക്ഷേ മേയറും കൂടെയുള്ളവരും പറയുന്നത് വാഹനം അവിടെ നിർത്തി, സിഗ്നലിന്റെ അവിടെ നിർത്തി വാഹനം ഒതുക്കിയിടുകയായിരുന്നു. അതിനിൽ വാഹനത്തിനുള്ളിൽ കയറിയപ്പോൾ ഡ്രൈവർ സ്വമേധയാ വാഹനം ഓഫ് ചെയ്യുകയായിരുന്നു. സർവീസ് തടസ്സപ്പെടുത്തിയെന്ന് കാണിക്കാനായി ഓഫ് ചെയ്യുകയായിരുന്നു എന്ന ആരോപണവും മേയറും കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഡ്രൈവർ അതെല്ലാം തള്ളിക്കളയുകയാണ്. താൻ വളരെ മാന്യമായാണ് പെരുമാറിയത്, അവരാണ് തന്നോട് മോശമായി പെരുമാറിയതെന്ന ഒരു വാദമാണ് ഡ്രൈവർ ഉന്നയിക്കുന്നത്. ഇതിൽ ഈ അവിടെ കൂടിയ നാട്ടുകാരും അതുപോലെ തന്നെ ബസ്സിൽ യാത്രക്കാരുടെയും ഒക്കെ മൊഴി ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഗതാഗത വകുപ്പും എടുക്കുന്നുണ്ട്. അന്വേഷണങ്ങളുടെ കൃത്യമായ വിവരം ലഭ്യമാകും. ഓവർടേക്ക് ചെയ്ത് വന്നത് തർക്കമല്ല, വളരെ അലക്ഷ്യമായി അയാൾ വാഹനം ഓടിച്ചു എന്ന് ഈ യാത്രക്കാരുടെ ഒരു മൊഴി എങ്ങനെയാണ്? യാത്രക്കാരെന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? അവർ ദൃശ്യങ്ങൾ മൊബൈൽ പകർത്തിരുന്നു, ആ ദൃശ്യം ഡിലീറ്റ് ചെയ്യാൻ മേയർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മേയറുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ആ ദൃശ്യം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടത്? ഈ യാത്രക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് അല്ലെങ്കിൽ KSRTC അധികൃതർക്ക് നൽകിയിട്ടുണ്ടോ? ഇന്ന് മേയർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആ ദൃശ്യം മേയറോട് മോശമായി ഇയാൾ സംസാരിക്കുന്ന ദൃശ്യമാണ്, അതാണ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അത് പിന്നീട് ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ച് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന ഒരു വാദമാണ് മേയർ ഉന്നയിക്കുന്നത്. അല്ലാതെ മേയറുടെ ഭാഗത്തുനിന്നുണ്ടോ അല്ലെങ്കിൽ മേയറുടെ കുടുംബങ്ങളുടെ ഭാഗത്തിന്റെ മോശം പെരുമാറ്റം ആരെങ്കിലും റെക്കോർഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തതല്ല. പകരം ഇയാൾ തന്നെ മോശമായി പെരുമാറി. മേയർ MLA എന്ന് അറിഞ്ഞ ശേഷം ഓടുള്ള ഓട്ടോ ഡ്രൈവർമാരും മറ്റും ഇത് മേയർ മെമ്പറെ പറയുമ്പോഴും ആരായാലും തനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായി സംസാരിച്ചു. ആ ഭാഗമാണ് ഡിലീറ്റ് ചെയ്തതെന്നാണ് വാദമാണ് മേയർ ഉന്നയിക്കുന്നത്. പക്ഷേ ഡ്രൈവർ എല്ലാം തള്ളിക്കളയുന്നു. തനിക്കെതിരെയാണ് ഇത്തരത്തിൽ മോശമായ പെരുമാറ്റമുണ്ടായത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഇതിനുശേഷം മേയറെ ഫോണിൽ വിളിച്ച് ഇയാൾ ക്ഷമ ചോദിച്ചിരുന്നു. ക്ഷമ ചോദിക്കുമ്പോഴും
മേയർ പറഞ്ഞത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അത് നെഗ്ലിജന്റ് ഡ്രൈവിങ്ങോ മറ്റു കാര്യത്തിലോ അല്ല. ഇതിന് മോശമായി സ്ത്രീകളോട് സംസാരിച്ചതിന് വെറുതെ വിടാൻ കഴിയില്ല. അതിന് നിയമ നടപടിയായി മുന്നോട്ട് പോകുമെന്ന് താൻ വ്യക്തമാക്കിയിരുന്നു. ആ മാപ്പ് പറഞ്ഞ ഡ്രൈവർ പിന്നീട് എന്തിനാണ് അടുത്ത ദിവസം പരാതിയുമായി പോയത്? അതിനാണ് രാഷ്ട്രീയ ഇടപെടൽ മേയറും അതുപോലെ തന്നെ CPM സംശയിക്കുന്നത്. ഇന്നലെ ഇദ്ദേഹം TDF-ന്റെ നേതാവ് വിൻസെന്റ് MLA കണ്ടിരുന്നു. അതിനുശേഷമാണ് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനമായതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് മേയർ ആരോപിക്കുന്നു. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും. ആ യാത്രക്കാർ രണ്ട് തരത്തിലും രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ മൊഴി നൽകുന്നുണ്ടെന്നാണ് അറിയാൻ ലഭിക്കുന്ന വിവരം. മേയറെയും കുടുംബത്തെയും പിന്തുണച്ചും ഡ്രൈവറെ പിന്തുണച്ചും മൊഴി നൽകുന്നുണ്ട്. കണ്ടക്ടറുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടക്ടർ മേയറോടും മറ്റും വളരെ മാന്യമായാണ് സംസാരിച്ചത്. MLA-യോടും മറ്റും മാന്യമായി സംസാരിച്ചു എന്ന് മേയർ തന്നെ പറയുന്നുണ്ട്. കണ്ടക്ടർ നല്ല രീതിയിൽ പെരുമാറ്റമുണ്ട്. പക്ഷെ ഡ്രൈവർ മാത്രമാണ് ഈ രീതിയിൽ ഇടപെട്ടത്. ഇയാൾ വളരെ അപകടകരമായി വണ്ടി ഓടിച്ച് ചോദ്യം ചെയ്തതിനാണ് ഇത്തരം മോശം പെരുമാറ്റം ഉണ്ടായത് എന്ന് മേയർ പറയുമ്പോൾ അങ്ങനെയല്ല. മേയറും കുടുംബവും വന്ന വാഹനമാണ് അലക്ഷ്യമായി ഓടിക്കുകയും തന്റെ സർവീസ് തടസ്സപ്പെടുത്തുന്ന വിധം, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന വിധം പെരുമാറിയതെന്നും ഡ്രൈവറും പരാതിപ്പെടുന്നുണ്ട്. ഏറ്റവും വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ വാക്കേറ്റത്തിൻ്റെയൊക്കെ നിർണായകമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ ഡ്രൈവറുടെ ഭാഗത്താണ് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. മറുവശത്ത് മേയർ അധികാരത്തിൻ്റെ ഹുങ്കാണ് കാണിച്ചതെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ऑपोजिशन की सारी पार्टीज, राहुल गांधी, कांग्रेस, सब ये कहते हैं कि मोदी जी ये जो है मैच फिक्सिंग कर रहे हैं इस चुनाव पर। उन्होंने कहा है कि ED, CBI और EVM के बिना आप चुनाव नहीं जीत सकते। क्या कहेंगे आप? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ ജോയിൻ ഇന്ത്യ. आपने पिछले कार्यकाल में काफ़ी बड़े काम किए, आर्टिकल 370 को रद्द किया, CAA को लेके आए, मगर ऑपोजिशन लीडर्स इस कैंपेन में सब कह रहे हैं कि अगर वो सरकार बनाएंगे तो इन सब को जो है CAA को रिपील कर देंगे। ममता बनर्जी खास करके कह रही हैं CAA को इम्प्लीमेंट नहीं होने देंगे। इसको आप कैसे देखते हैं? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ലഹരിയിൽ അടിഞ്ഞാടുന്ന യുവാക്കൾ നാട്ടിൽ ഭീതി പരത്തുകയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും കോട്ടയത്തും മലപ്പുറത്തും ലഹരിയിൽ യുവാക്കളുടെ അഴിഞ്ഞാട്ടം കണ്ടു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടെ പരിക്കേറ്റ യുവാവ് മരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിസാമുദ്ദീനാണ് മരിച്ചത്. ലഹരിക്കടിമയായ ഇയാൾ കഴിഞ്ഞ രാത്രി ഒരാളെ കുത്തി പരിക്കേൽപ്പിക്കുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. കീഴ്പ്പെടുത്താനുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടെയാണ് നിസാമുദ്ദീന് പരിക്കേറ്റത്. CV അനുമോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, ഈ നിസാമുദ്ദീൻ ലഹരിയിൽ നാട്ടുകാർക്ക് നേരെ അതിക്രമം കാട്ടുകയായിരുന്നു എന്ന് പറയുന്നു. അതിനിടെ ഉണ്ടായ സംഭവം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, നമുക്ക് ഈ നാട്ടുകാരോട് സംസാരിച്ചതിലും പോലീസുമായി സംസാരിച്ചതിലും ലഭ്യമായ വിവരങ്ങളാണ് ഇപ്രകാരം. നിസാമുദ്ദീൻ നാട്ടിൽ ലഹരി സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരാളായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് ലഹരിയും മറ്റും നൽകുന്നതും അതൊക്കെ ഇയാൾ ചെയ്തിരുന്നു എന്നാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇയാളുടെ ഇത്തരം ചെയ്തികൾ നാട്ടുകാരിൽ ചിലർ ചോദ്യം ചെയ്യുകയും അയാളെ തടയുകയൊക്കെ ചെയ്തു. ആ തടഞ്ഞ കൂട്ടത്തിലുള്ള ഒരാളാണ് സെയ്ദലവി. ഈ സെയ്ദലവി ഒരു കടക്കാരനാണ്, പലചരക്ക് കടക്കാരനാണ്. സെയ്ദലവിയുടെ കടയിലേക്ക് ഇന്നലെ രാത്രി ഇയാൾ പാഞ്ഞെത്തുകയും ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മുളക് പൊടി സെയ്ദലവിയുടെ കണ്ണിലേക്ക് എറിഞ്ഞ്
ഒരു വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുകയും ചെയ്തു. അതിന് സീതൽവിക്ക് പുറത്ത് പരിക്കേറ്റു. അതിനുശേഷം ഇയാൾ വയലൻ്റ് ആയപ്പോൾ നാട്ടുകാരുടെ നേരെ ഇയാൾ ആക്രോശിച്ച് ഓടിയെത്തി. പക്ഷെ നാട്ടുകാർ കൂടി ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഇയാളുടെ തല റോഡിൽ ഇടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ പരിക്കേറ്റ ഇയാളെ പിന്നീട് പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. തുടർന്ന് ആദ്യം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മഞ്ചേരിയിൽ എത്തിച്ച ശേഷമാണ് ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ വാദം. തലക്കേറ്റ പരിക്കായിരിക്കാം ഇയാളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. ഈ യുവാവിൻ്റെ അക്രമത്തെ ചെറുക്കാൻ നാട്ടുകാർ പ്രതിരോധിച്ചപ്പോൾ അതിനിടയിലുണ്ടായ സംഭവമായിട്ടാണ് പോലീസ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ അയാളുടെ മൃതദേഹമുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ തുടങ്ങുന്നതേയുള്ളൂ. ഇയാൾക്കെതിരെ നിലവിൽ 16ഓളം കേസുകളുണ്ട് എന്ന് പോലീസ്. സംഭവത്തിൽ പോലീസ് ഏത് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? ഈ നാട്ടുകാർക്കെതിരെ ഈ നിസാമുദ്ദീനെ ആക്രമിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഏത് രീതിയിലാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നിലവിൽ പോലീസ് ഇതിനൊരു കൊലക്കുറ്റം എടുത്തിട്ടുണ്ട്. പക്ഷേ ആർക്കെതിരെ എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഇന്നലെ രാത്രിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ റോളോ ഇവരുടെ പങ്കെന്താണെന്നോ ഇവരാരാണെന്നോ പോലീസ് വിശദീകരിച്ചിട്ടില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് ആ സ്ഥലത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ട്. പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഉന്തിലും തള്ളിലും സംഭവിച്ച പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് പറയുന്നത്. കരുതിക്കൂട്ടിയുണ്ടായ ഒരു അക്രമമല്ല, അടിപിടിയല്ല, ആൾക്കൂട്ടക്കൊലയുമല്ല. നേരെ മറിച്ച് അവരുടെ ജീവൻ രക്ഷിക്കാൻ അവരുടെ കൂട്ടത്തിലൊരാളെ ഇയാൾ ലഹരിയിൽ അയാളുടെ ജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് ആക്രമിച്ചപ്പോൾ ആ വ്യക്തി ബാക്കി നാട്ടുകാരെ ആക്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു നാട്ടുകാരെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസിൻ്റെ നിലവിലെ അന്വേഷണം ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ കസ്റ്റഡിയിലെടുത്തവരുടെ പേരും വിശദാംശങ്ങളും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഈ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷമേ മറ്റ് വകുപ്പുകളിലെല്ലാം തന്നെ പോലീസ് ഇതിൽ ചുമത്തുകയുള്ളൂ. കാരണം ഇതൊരു ഈ നാടിനും പോലീസിൻ്റെ ഭാഷ്യത്തിൽ നാടിനും പോലീസിനും ഒക്കെ തലവേദനയായിരുന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ് ഈ മരിച്ച ആളെന്നാണ് പോലീസ് പറയുന്നത്. അതായത് അനുമോദ്, ഇയാൾ സ്ഥിരം നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നോ? അനുമോദ് തന്നെ സൂചിപ്പിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നുവെന്ന്. ഇയാളുടെ മറ്റ് പശ്ചാത്തലം എന്താണ്? ഈ ക്രിമിനൽ ലഹരി കേസുകളല്ലാതെ ഇത്തരം അടിപിടി കേസ്, വധശ്രമം അങ്ങനെയുള്ള ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ നിസാമുദ്ദീൻ? അടിപിടി കേസുകളൊക്കെ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ലഹരി കേസുകൾക്ക് പുറമെ അത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു. 16ഓളം കേസുകളുണ്ട് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. മാത്രമല്ല, നമ്മൾ നേരത്തെ നമ്മോട് സംസാരിച്ചൊരു നാട്ടുകാരൻ്റെ പ്രതികരണവും അയച്ചിരുന്നു. ആ നാട്ടുകാരൻ തന്നെ പറയുന്നുണ്ട്, ഈ നാട്ടിലെ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ കൗമാരക്കാരായ യുവാക്കളെയൊക്കെ പ്രധാനമായിട്ടും ലഹരിക്ക് അടിമപ്പെടുത്തുന്ന സംഘത്തിൽ ഒരാളായിട്ടാണ് ഈ നിസാമുദ്ദീൻ പ്രവർത്തിച്ചിരുന്നതെന്ന്. നേരത്തെ തന്നെ ഇയാൾക്ക് നാട്ടിലെ പലരും ഇയാളെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, ഇയാളോട് ഈ സംഭവങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരോടൊക്കെ ഇയാൾ മോശമായി പെരുമാറുകയും തട്ടിക്കയറുകയും ചെയ്യുന്ന സാഹചര്യം. അതിനെല്ലാം അപ്പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഈ നാട്ടുകാരിൽ ഒരാളെ തന്നെ കൊല്ലാൻ ശ്രമിച്ച സംഭവം ഉണ്ടായത്. അപ്പോഴാണ് ഇതിൽ ഈ ഒരു കേസിൻ്റെ അല്ലെങ്കിൽ സംഭവത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയും ഒക്കെ ചെയ്തത്. നേരത്തെ ഈ പരിക്കേറ്റ ആളെ പോലീസ് വന്നിട്ടാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. കാരണം ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഈ നാട്ടുകാർ തയ്യാറായിരുന്നില്ല. കാരണം അത്രമാത്രം നാട്ടുകാരുമായിട്ട് ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നാട്ടിൽ ഇയാളൊരു സ്ഥിരം തലവേദനയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇയാളുടെ പ്രവർത്തികൾ, അതിൻ്റെ ഒരു പശ്ചാത്തലം അത്തരത്തിലുള്ളതായിരിക്കാം. അതായിരിക്കാം നാട്ടുകാരെ കൊണ്ട് ഇയാൾ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു സാഹചര്യം തീർത്തത്. എന്നാണെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാട്ടുകാർക്ക് തലവേദന ആയിരുന്നു ഇയാളെന്നാണ് നാട്ടുകാരും പോലീസും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. വ്യക്തമാണ്. മലപ്പുറത്തുനിന്ന് CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ലഹരി വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ അപകടം സൃഷ്ടിക്കുന്നുണ്ട്. ലഹരിക്കടിമകളായ യുവാക്കൾ നാട്ടിൽ ഭീതി പരത്തുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും സമാനമായൊരു കേസുണ്ടായിരുന്നു. ലഹരി സംഘങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിനിടെയാണ് ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. एक एनालिसिस एक न्यूज़पेपर ने की थी कि 25 नेता जब अपोजिशन पार्टी से बीजेपी की तरफ आ गए तो उसमें से 23 लोगों के ऊपर से जो है
इस तरह के केसेस को या तो ठंडे बस्ते में डाल दिया गया या ड्रॉप कर दिया गया। इस बारे में पहली बात है PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ प्री डिग्री में कांग्रेस के मैनिफेस्टो पर एक डायरेक्ट अटैक किया। आपने ये तक कहा कि इनका एक स्कीम है जिससे कि ये वेल्थ डिस्ट्रीब्यूट करना चाहते हैं, ये पता लगाना चाहते हैं किसके पास कितनी जमा पूंजी है, किसके पास कितना पैसा है, किसके पास कितना सोना है, सिल्वर है, चांदी है, और उसको वो मुसलमानों में और घुसपैठियों में बांट देना चाहते हैं। क्या ये थ्रेट इतना रियल है? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ സ്പോട്ട് ലൈവ് തുടരുന്നു. ലഹരിയുടെ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ അല്പസമയം മുമ്പ് ചർച്ച ചെയ്തത്. മലപ്പുറത്ത് ലഹരിക്കടിമയായ യുവാവിനെ നാട്ടുകാർ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവമുണ്ടായി. സമാനമായൊരു കേസാണ് കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച പുലർച്ചെ കൊച്ചി പാലാരിവട്ടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തത്. പാലാരിവട്ടത്ത് വാക്ക് തർക്കത്തെ തുടർന്നുണ്ടായ അടിപിടിയിലാണ് യുവാവ് കൊല്ലപ്പെട്ടത്. തമ്മനം AKG കോളനിയിലെ മനീഷാണ് മരിച്ചത്. ആക്രമണം നടത്തിയ ജിതേഷിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇയാളിപ്പോൾ റിമാൻഡിലാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ ആക്രമണം നടത്തിയ ജിതേഷിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇയാൾ ലഹരി കേസുകളിലൊക്കെ പ്രതിയാണെന്ന് പറയുന്നു. ഈ ആദ്യമായിട്ടാണോ ഇത്തരം ഒരു കൊലക്കേസിൽ ജിതേഷ് ഉൾപ്പെടുന്നത്? ടോം, ജിതേഷും മാത്രമല്ല മരിച്ച മനീഷും നിലവിൽ കേസുകളൊന്നുമില്ലെങ്കിൽ പോലും നിരവധി അടിപിടി കേസുകളിലും കള്ളു കുടിച്ച് ബഹളമുണ്ടാക്കിയ കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും ഒക്കെ പ്രതികളാണ് ഈ രണ്ടുപേരും എന്നാണ് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു സംഭവത്തെ തുടർന്ന് ജിതേഷിന്റെ വീട്ടിലേക്ക് മനീഷിന്റെ സുഹൃത്ത് അജിത്തും കൂടി സംസാരിക്കാനായി വരികയാണ്. ഈ സൗഹൃദ സംഭാഷണമാണ്. കള്ളു കുടിച്ച് അതിനിടയിൽ ഉണ്ടായ ഒരു തർക്കമാണ്. വാക്ക് തർക്കത്തെ തുടർന്നാണ് ജിതേഷ് കത്തിയെടുത്ത് അജിത്തിനെയും ഈ മനീഷിനെയും കുത്തിക്കൊലപ്പെടുത്തുന്നത്. അജിത്ത് ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇവിടെ റെനേം ഹോസ്പിറ്റലിൽ, ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. അതേസമയം മനീഷ് സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇവർ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം നമ്മളൊന്ന് ശങ്കിച്ചു പോകുന്ന വിവരം. ശരിക്കും ഇന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാനത്ത് നടന്ന ഇത്തരത്തിൽ മദ്യപിച്ച ശേഷമുണ്ടായ വാക്കുതർക്കത്തിൽ, അല്ലെ ലഹരിക്കടിമയായ ശേഷമുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന്, അല്ലെങ്കിൽ ചെറിയ ചെറിയ അനിഷ്ടങ്ങളെ തുടർന്ന് ഉണ്ടായ കൊലപാതകങ്ങൾ എത്രയാണ്? ആ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ സംസ്ഥാനത്തിൽ ഒട്ടാകെ ഇങ്ങനെ യുവാക്കൾ, പ്രത്യേകിച്ചും യുവതലമുറ ലഹരിക്ക് അടിമകളായി മാറുന്നു. ഇതിനുവേണ്ടി എന്ത് ബോധവൽക്കരണം ചെയ്യുന്നുണ്ട്? യുവതയുടെ മേൽ ഇത്തരം ലഹരി മരുന്നും അതല്ലെങ്കിൽ മദ്യവും ലഹരി മരുന്നും അടിച്ച് ഏൽപ്പിക്കുന്ന വിൽപ്പന നടത്തുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഈ യൂത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിൽപ്പനകൾ നടത്തുന്നു. ഇവരെ ഇങ്ങനെ ലഹരിക്ക് അടിമകളാക്കി സൗഹൃദം എന്തെന്നോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെന്നോ എന്നൊന്നും മനസ്സിലാക്കാതെ അച്ഛനെ കൊലപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്, ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്, ചെറിയ മക്കളെ കൊലപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ വിരലിൽ എണ്ണി തീർക്കാനാകാത്ത തരത്തിൽ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുത്താൽ പോലും ഈ ലഹരി ഒരു കാരണക്കാരനായി നിൽക്കുന്ന കൊലപാതകങ്ങൾ ഏറെയാണ്. ഈ ഒരു സംഭവത്തിൽ തീർച്ചയായും ഓരോ ദിവസവും പ്രധാനപ്പെട്ട വില്ലനാകുകയാണ് നമ്മുടെ സമൂഹത്തില്, വീടുകളിലൊക്കെ. ഈ ഒരു ജിതേഷ് ഈ മനീഷിനെ കൊലപ്പെടുത്താനുള്ള കാരണം വെറുമൊരു വാക്കുതർക്കമായി മാത്രം കാണണോ ആജ്ഞ? മറ്റു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് മറ്റൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ജിതേഷിന് മാത്രമാണോ ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്? ജിതേഷ് മാത്രമാണോ സംഘത്തിൽ ഈ മനീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടായിരുന്നോ?
ടോം കസ്റ്റഡിയിൽ എടുത്തത് ആശിഷ് എന്നൊരു യുവാവിനെയും ജിതേഷിനെയും ആയിരുന്നു. ഇവരായിരുന്നു ആ പ്രദേശ സുഹൃത്തുക്കൾ. ഇവരുടെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് പരിശോധിച്ച ശേഷമാണ് ആശിഷിനെ കൂടി കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ആശിഷിന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പോലീസ് മനസ്സിലാക്കി. അദ്ദേഹം സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല. ജിതേഷ് മാത്രമാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് ജിതേഷും വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിനോട്. അതേ തുടർന്നാണ് ജിതേഷിനെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി പാലാരിവട്ടത്ത് ചെറിയൊരു വാക്കുതർക്കത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത കമ്മീഷൻ ഓഫീസിന് മുന്നിൽ 2ാം ഘട്ട സമരം ആരംഭിച്ചു. കേസുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് പ്രീതയ്ക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് നൽകിയില്ലെന്ന പരാതിയിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരം ആരംഭിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച വരെയും ഇവർ സമര പോരാട്ടത്തിലായിരുന്നു. പിന്നീട് ഈ ഡോക്ടർ പ്രീതയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പൊക്കെ ലഭിച്ചു. അങ്ങനെ ഈ കമ്മീഷൻ ഓഫീസിന് മുന്നിലെ സമരം അവസാനിപ്പിച്ചതാണ്. വീണ്ടും ഈ 2ാം ഘട്ട സമരത്തിലേക്ക് നീങ്ങാനുള്ള കാരണം എന്താണ് അനീഷ്? ടോം, 6 ദിവസം നേരത്തെ കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ അവർ സമരം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെടുകയും IGയോട് ഇക്കാര്യം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ താൽക്കാലികമായി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ അവിടെയൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ വീണ്ടും സമരം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കെന്തായാലും അതിജീവിതയോട് തന്നെ ചോദിക്കാം, എന്താണ് വീണ്ടും ഇത്തരത്തിൽ ആ സമരം ആരംഭിക്കേണ്ടി വന്നതിന് പിന്നിലെ കാരണമെന്ന്. എന്താണ് നിങ്ങൾ കഴിഞ്ഞ 6 ദിവസം സമരം നടത്തിയിട്ട് മടങ്ങിയത്? 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്ന് IG പറഞ്ഞതായിരുന്നു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത്. 5 ദിവസമായിട്ട് മറുപടി ഒന്നും ഇല്ലാതിരുന്നപ്പോൾ വീണ്ടും സമരത്തിൽ ഇറങ്ങിയതാണ്. IGന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ IG പറഞ്ഞത് നിയമ തടസ്സം എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കേസ് കോടതിയിലൊന്നും എത്താത്തതാണ്, FIR ഒന്നും ഇടാത്ത കേസാണ്. അപ്പൊ ആ റിപ്പോർട്ട് തരുന്നതിന് ഇതൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ IG എത്രയും പെട്ടെന്ന് തരാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം വിചാരണയിലേക്ക് പോകുന്ന കേസല്ലേ, അപ്പൊ അതിന്റെ ഒരു തെളിവ് ആയതുകൊണ്ടാണോ? വിചാരണയിൽ ഈ കേസ് പോകുന്നില്ലല്ലോ, ആദ്യത്തെ കേസാണ് പോണേ. അതിന്റെ കുറ്റപത്രം കിട്ടിയിട്ട് അതില് പറഞ്ഞത് കൊണ്ടാണ് അവർക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്, ആ ഡോക്ടർക്കെതിരെ. അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്താത്തത് കൊണ്ട്. അപ്പം അത്തരം ഒരു ഇതിൽ ഞാൻ കൊടുത്ത പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ഇതിലൊരു പുനരന്വേഷണത്തിന് പോകണമെങ്കിൽ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം. ഈ കേസിനെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന കണ്ടെത്തലുകളുമാണ്. തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റ് പരിശോധനയിൽ എന്തായാലും കേസിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ അതിലൊരു വീഴ്ച വരുത്തിയത് നമുക്ക് അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി അടക്കം ഇതിൽ ഇടപെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച. അദ്ദേഹമാണ് നിർദ്ദേശപ്രകാരമാണോ IG നിങ്ങളുടെ പരാതി കേൾക്കാൻ പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് ഞാൻ ഇതിന് മുൻപേ പരാതി കൊടുത്തതായിരുന്നു. അന്നും അവര് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കമ്മീഷണറെ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നൊന്നും മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. പിന്നെ സമരത്തിൽ ഇരുന്നപ്പോ വീണ്ടും പരാതി കൊടുത്തെന്നുള്ളൂ. കുറെ ദിവസമായല്ലേ ഞാൻ വിമൻ ജസ്റ്റിസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന നിലക്കാണ് ഇവരുടെ പോരാട്ടത്തിന് കൂടെ ഇരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന നിലക്ക് ഇവർ നേരിട്ട ട്രോമ എന്താണെന്ന് ഇവിടെ കുറച്ചു നേരം ഈ പ്ലക്കാർഡും പിടിച്ച് ഇരിക്കുമ്പോൾ അതിന്റെ അത്തരം ഒരു മാനസികാവസ്ഥ എന്താണെന്നതിനെക്കുറിച്ച് അതിന്റെ ഒരു അംശം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതിനെ നേരിട്ടവർ ആ ഒരു നിമിഷത്തിൽ ആ സമയത്ത് നേരിട്ട ട്രോമ എത്രത്തോളം ഭയാനകവും വേദനാജനകമാണ്. അന്ന് നമ്മൾ മീഡിയകളിൽ വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവം അത് ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സർക്കാരാണ് ഇവർക്ക് നീതി ലഭ്യമാക്കുവാൻ മുന്നിട്ടിറങ്ങേണ്ട സർക്കാർ തന്നെ ഇവരോടുള്ള നീതി നിഷേധത്തിനും കുറ്റവാളികൾക്കും കൂട്ടാളികൾക്കുമുള്ള ഒത്താശക്കും മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്
സ്ത്രീപക്ഷ നവകേരളം എന്നൊക്കെ വായ്ത്താരി മുഴക്കുന്ന നമ്മുടെ നാടിന് എത്രമാത്രം അപമാനകരമാണ് എന്നതാണ് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. മാത്രമല്ല ഈ റിപ്പോർട്ട് ഇവരുടെ തെറ്റായി മൊഴി രേഖപ്പെടുത്തിയ സിസ്റ്റർക്കെതിരായ റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തുകൊണ്ടാണ് അധികാരികൾ മടിക്കുന്നത് എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. ഈ ചർച്ചകൾ പല തരത്തിലും നടക്കുന്നു. ഐജിയോട് അന്വേഷിക്കാൻ പറയുന്നു. നിങ്ങൾ പക്ഷേ പോയിട്ടും പ്രത്യേകിച്ച് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. പുരോഗതി ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഐജി പറയുന്നത് മെഡിക്കൽ കോളേജ് CIയെ ചാർജ് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് കണ്ട് സംസാരിക്കാനും ഇതിന്റെ ഒരു നിയമവശം തേടാനും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ACP രൂപീകരിച്ച അന്വേഷിച്ച ആ റിപ്പോർട്ടിന്റെ പകർപ്പ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ നമുക്കൊരു തീരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ അതേപോലെ തന്നെ നേരത്തെയൊക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ കമ്മീഷണർ ഓഫീസിന്റെ അകത്ത് ചെന്ന് അതിജീവിത തന്റെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഇവിടുത്തെ പോലീസുകാർ പ്രവേശിക്കാൻ നോക്കാൻ അനുവദിക്കാത്തത് ഞങ്ങൾ ഐജിയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഇതാണ് അവസ്ഥ. ഇപ്പോഴും പൂർണ്ണമായി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ല. പക്ഷേ ഇന്നൊരു പക്ഷേ ഒരു തീരുമാനത്തിൽ എത്തിയേക്കും എന്നൊരു പ്രതീക്ഷയാണ് അതിജീവിതയ്ക്കും ഒപ്പമുള്ളവർക്കും ഉള്ളത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഒരു സ്ത്രീക്കും ഈ ഒരു ഗതി ഉണ്ടാകരുത്. കാരണം നമ്മുടെ സർക്കാർ സ്ത്രീ സുരക്ഷയും സ്ത്രീ സംരക്ഷണവും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇത് വാക്കുകളിൽ മാത്രം പോരാ. ഇതുപോലെ ചൂഷണത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. राहुल गांधी ने एक बात और कही है। वो कहते हैं कि जब वो सरकार अगर उनकी आएगी तो वो एक नेशनल एक्सरे कराएंगे। हम जो है एक सोशो इकोनॉमिक सर्वे लाएंगे, एक इंस्टीट्यूशनल सर्वे लाएंगे और उसमें देखेंगे कि किसके पास किस जाति और किस उस वर्ग के पास क्या है, कितना धन है, कितनी इंस्टीट्यूशंस में भागीदारी है, और उसके बेसिस पर हम इस पूरे सिस्टम को रीडिस्ट्रीब्यूट करेंगे। इसको आप कैसे देखते हैं? PM Modi interview brought to you by IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ